ഹലോ മൈ ജിയോങ്സ്. സ്നേഹം അത് ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളോടായിരിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു ആഴമേറിയ ബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് എ സൈലന്റ് വോയിസ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ തുടങ്ങുന്നത് ഇഷിക എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിയിലൂടെയാണ്. അവൻ തന്റെ കലണ്ടറിലെ ഓരോ ദിവസവും പ്രത്യേകം അടയാളപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇഷിക തന്റെ പാർട്ട് ടൈം ജോലി ഉപേക്ഷിക്കുന്നു, മുറിയിലുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്നു. ഒടുവിൽ തന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ പണവും പിൻവലിച്ച് ഒരു കവറിലാക്കി അവൻ അമ്മയുടെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നു. ഈ പണം ഇനി നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് അമ്മ ഉണരുന്നതിന് മുൻപേ അവൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒടുവിൽ അവനൊരു പാലത്തിന് മുകളിലെത്തുന്നു. അവിടെ നിന്നും താഴേക്ക് ചാടി തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ അവൻ തീരുമാനിക്കുകയാണ്. എന്നാൽ മരണത്തിലേക്ക് ഒരു ചുവട് കൂടി ബാക്കി നിൽക്കെ അവന്റെ ഉള്ളിലേക്ക് പഴയ ഓർമ്മകൾ ഓരോന്നായി കടന്നു വരുന്നു. അവൻ ആ പഴയ കാലത്തെ കുറിച്ച് ഓർക്കുകയാണ്. സിനിമ ഇപ്പോൾ നമ്മളെ 6ാം ക്ലാസ്സിലെ ഇഷിതയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ആ പ്രായത്തിൽ ഒരു പക്ക റൗഡി പയ്യനായിരുന്നു അവൻ. എപ്പോഴും അടിയും പിടിയും ബഹളവും ഒപ്പം ഗെയിം കളിയും ഒക്കെ തല്ലിപ്പൊളിച്ച് നടക്കുന്ന ഒരു ലൈഫായിരുന്നു അവന്റെ. അതിനിടയിലാണ് ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ ആ വാർത്ത അനൗൺസ് ചെയ്യുന്നത്. കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയൊരു പെൺകുട്ടി വരികയാണ്. ടീച്ചർ പറഞ്ഞതിന് പിന്നാലെ വളരെ ശാന്തയായ ഒരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് കടന്നു വന്നു. അവളോട് സ്വയം പരിചയപ്പെടുത്താൻ ടീച്ചർ ആവശ്യപ്പെട്ടു. എന്നാൽ അവൾ ഒന്നും മിണ്ടുന്നില്ല. ടീച്ചർ പതിയെ അവളുടെ തോളിൽ ഒന്ന് തട്ടിയപ്പോൾ അവൾ പെട്ടെന്ന് പ്രതികരിക്കുകയും തന്റെ ബാഗിൽ നിന്നും ഒരു നോട്ട്ബുക്ക് എടുത്ത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എന്റെ പേര് നിഷിമിയ. എനിക്ക് ചെവി കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നോട്ട്ബുക്കിലൂടെ എഴുതി സംവദിക്കാം. ഇതൊക്കെ ക്ലാസ്സിൽ നടക്കുമ്പോഴും ഇഷിതയുടെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. തന്റെ വീട്ടിലിരുന്ന് കളിക്കുന്ന ഗെയിം എങ്ങാനും തോറ്റുപോയിരിക്കുമോ എന്ന ചിന്തയിൽ പെട്ടെന്ന് അവൻ അയ്യോ എന്ന് ഉച്ചത്തിൽ വിളിച്ചുപോയി. അത് കേട്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാം അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നിഷിമിയയുമായി കൂട്ടുകൂടാൻ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം വലിയ താല്പര്യമായിരുന്നു. എല്ലാവരും അവളുടെ നോട്ട്ബുക്കിൽ പേരെഴുതിയും വിശേഷങ്ങൾ പങ്കുവച്ചും അവളുമായി പെട്ടെന്ന് അടുത്തു. എന്നാൽ ഒരു ദിവസം സംഗീത ക്ലാസ്സിൽ വെച്ച് കാര്യങ്ങൾ മാറി മറിഞ്ഞു. കുട്ടികളെല്ലാവരും ഒരേ താളത്തിൽ പാട്ട് പാടുമ്പോൾ നിഷിമിയയും അവർക്കൊപ്പം പാടാൻ ശ്രമിച്ചു. എന്നാൽ കേൾവിശക്തി ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ താളത്തിനൊപ്പം പാടാൻ അവൾക്ക് കഴിഞ്ഞില്ല. നിഷിമിയയുടെ പാട്ട് ക്ലാസ്സിലെ താളം തെറ്റിക്കുന്നത് കണ്ടപ്പോൾ ചില കുട്ടികൾക്ക് ദേഷ്യം വന്നു. നിന്റെ പാട്ടൊട്ടും ശരിയല്ല, നീ പാടണ്ട എന്ന് പറഞ്ഞ് അവർ അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്തു. പിന്നീട് ക്ലാസ്സിൽ ടീച്ചർ വന്ന് എല്ലാവരോടും പാഠപുസ്തകം വായിക്കാൻ ആവശ്യപ്പെട്ടു. നിഷിമിയയുടെ ഊഴമെത്തിയപ്പോൾ അവൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് ശബ്ദം പുറപ്പെടുവിപ്പിക്കാൻ കഴിയുമെങ്കിലും കേൾവിശക്തി ഇല്ലാത്തത് കൊണ്ട് ഓരോ വാക്കും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ പറയുന്നത് ടീച്ചർക്ക് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും സൂപ്പർ നിഷിമിയ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അടുത്ത കുട്ടിയോട് വായിക്കാൻ ടീച്ചർ ആവശ്യപ്പെട്ടു. അടുത്ത ഊഴം ഇഷിതയുടേതായിരുന്നു. അവൻ നിഷിമിയ വായിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് അതേ ശബ്ദത്തിൽ തന്നെ വികൃതമായി വായിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാം ചിരിച്ചു മറിഞ്ഞു. ടീച്ചർ അവനെ ഗൗരവത്തിൽ വഴക്കു പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവനെ ബാധിച്ചില്ല. എന്നാൽ ഇതിനേക്കാളൊക്കെ ദയനീയമായ അവസ്ഥ ഇതായിരുന്നു. മറ്റുള്ളവർ തന്നെ കളിയാക്കി ചിരിക്കുകയാണെന്നതോ ടീച്ചർ ഇഷിതയെ വഴക്കു പറയുകയാണെന്നോ ഒന്നും അറിയാതെ നിഷിമിയ തന്റെ ലോകത്ത് നിശബ്ദയായി ഇരിക്കുകയായിരുന്നു. ക്ലാസ്സിൽ തന്നെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നതെന്നോ പറഞ്ഞു കൊടുക്കാൻ പോലും അവൾക്ക് അവിടെ ആരുമില്ലായിരുന്നു. അവൾ എത്രത്തോളം ഒറ്റപ്പെട്ടാണ് കഴിയുന്നതെന്ന് ആ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ആരോടെങ്കിലും ഒന്ന് മിണ്ടാനും കൂട്ടുകൂടാനും ഒക്കെയുള്ള ആഗ്രഹം അവളുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തന്റെ നോട്ട്ബുക്കിൽ വീണ്ടും ഒരു കാര്യം എഴുതി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ദയവായി ആരെങ്കിലും എന്നോട് സംസാരിക്കുമോ? എന്നാൽ ആർക്കും അവളോട് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഓരോരുത്തരായി അവളുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആ വലിയ ക്ലാസ് മുറിയിൽ അവൾ വീണ്ടും തനിച്ചാവുകയായിരുന്നു. ക്ലാസ്സിലുള്ളവർ അവളെ ഒരു സുഹൃത്തായി പോലും കാണുന്നില്ല. എപ്പോഴും ഏകാന്തതയിൽ സമയം തള്ളി നിൽക്കുന്ന നിഷിമിയ അങ്ങനെ ഒരു ദിവസം പാർക്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ആരോ അവളുടെ പുറത്തേക്ക് ചെറിയ കല്ലുകൾ എറിയുന്നത്. നോക്കിയപ്പോൾ അത് ഇഷിതയായിരുന്നു. അവൻ അവളുടെ അരികിലെത്തി പുച്ഛത്തോടെ ചോദിക്കുകയാണ്: നിന്നോട് സംസാരിക്കണമെങ്കിൽ എപ്പോഴും ആ നോട്ട്ബുക്കിൽ എഴുതണമെന്നുണ്ടോ? അതൊക്കെ ഭയങ്കര ബോറാണ്. നിനക്ക് സത്യത്തിൽ എന്താണ് വേണ്ടത്? ഇഷിതയുടെ വാക്കുകൾ കേട്ട് നിഷിമിയ അവനൊന്ന് നോക്കി. എന്നിട്ട് വളരെ പ്രതീക്ഷയോടെ സൈൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ആംഗ്യഭാഷയിലൂടെ അവൾ ഒരു കാര്യം അവനോട് പറഞ്ഞു: എനിക്ക് നിന്റെ ഒരു കൂട്ടുകാരിയാകണം. എന്നാൽ അവൻ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, എന്നോട് സംസാരിക്കാൻ മാത്രം നിനക്ക് ധൈര്യമായോ എന്ന് ആക്രോശിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മണ്ണ് വാരി എറിഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം ടീച്ചർ ക്ലാസ്സിൽ ഒരു നിർദ്ദേശം വെച്ചു: നിഷിമിയയുമായി സംസാരിക്കുന്ന എല്ലാവരും സൈൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ആംഗ്യ ഭാഷ പഠിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഭൂരിഭാഗം കുട്ടികൾക്കും അതിൽ താല്പര്യമില്ലായിരുന്നു. എങ്കിലും മിയാക്കോ എന്ന പെൺകുട്ടി അത് പഠിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മിയാക്കോ സ്കൂളിൽ വരാതെയായി. ഇത് കണ്ട ഇഷിത മിയാക്കോ സ്കൂളിൽ വരാത്തത് നിഷിമിയയെ
നിഷിമിയയെ സഹായിക്കുന്നത് കൊണ്ടാണ് എന്ന രീതിയിൽ ബോർഡിൽ പരിഹാസ രൂപേണ എഴുതി വെച്ചു. നിഷിമിയ ക്ലാസ്സിൽ ഇല്ലാത്ത സമയത്തായിരുന്നു അവൻ ഇത് ചെയ്തത്. എന്നാൽ അവൾ പെട്ടെന്ന് അവിടേക്ക് വരികയും ബോർഡിലെ എഴുത്തുകൾ കാണുകയും ചെയ്തു. പിടിക്കപ്പെടുമെന്ന് പേടിച്ച ഇഷിത ഉടനെ തന്റെ പ്ലേറ്റ് മാറ്റി. ഇതൊക്കെ ആരാണ് ഇവിടെ എഴുതി വെച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ തന്നെ അത് മായ്ച്ചു കളയാൻ തുടങ്ങി. തന്നെയല്ലേ അവൻ കളിയാക്കിയതെന്ന് നിഷിമിയയ്ക്ക് മനസ്സിലായെങ്കിലും അത് മായ്ച്ചു തന്നു തന്നെ അവൾ അവനോട് താങ്ക് യു എന്ന് ബോർഡിൽ എഴുതി കാണിച്ചു. ആ നിഷ്കളങ്കത പോലും അവനെ മാറ്റാൻ പര്യാപ്തമായിരുന്നില്ല. പിറ്റേന്ന് ക്ലാസ് നടക്കുമ്പോൾ ഇഷിത അവളുടെ ചെവിയുടെ അടുത്ത് ചെന്ന് ഉച്ചത്തിൽ അലറി വിളിച്ചു. നിഷിമിയ ഭയന്നുപോയി. ഉടനെ അവൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ സോറി, അത് ഞാനല്ല എന്ന് കള്ളം പറഞ്ഞു. ഇത് കണ്ട് അടുത്തിരുന്ന ഒരു പെൺകുട്ടി സംശയത്തോടെ ചോദിച്ചു, ഇവൾക്ക് ചെവി കേൾക്കില്ലല്ലോ, പിന്നെ എങ്ങനെയായി നീ വിളിച്ചത് കേട്ട് ഇവൾ ഞെട്ടിയത്? അവളുടെ കാത് പരിശോധിച്ചപ്പോഴാണ് അതിൽ ഹിയറിംഗ് എയ്ഡ്സ് ഇരിക്കുന്നത് അവർ കണ്ടത്. ആ ഉപകരണം വാങ്ങിയെടുത്ത ആ പെൺകുട്ടി അത് ഇഷിതയ്ക്ക് എറിഞ്ഞു കൊടുത്തു. അവൻ അത് പിടിക്കുകയും പരിഹാസത്തോടെ പുറത്തെ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്തു. ഇതുപോലെ നിഷിമിയയെ മാനസികവുമായും ശാരീരികമായും തളർത്തുന്ന നിരവധി ക്രൂരതകൾ അവിടെ തുടർന്നുകൊണ്ടിരുന്നു. ക്രൂരതയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. നിഷിമിയയുടെ കാതിൽ നിന്നും ബലമായി ഹിയറിംഗ് എയ്ഡ്സ് ഊരിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കാത് മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇഷിതയ്ക്ക് യാതൊരു കുറ്റബോധവും തോന്നിയില്ല. സ്കൂള് വിട്ട് എല്ലാവരും പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായി നിഷിമിയ ഇഷിതയുടെ അരികിലെത്തി. തെറ്റൊന്നും ചെയ്യാത്ത അവൾ തന്റെ നോട്ട്ബുക്കിൽ അവനോട് സോറി എന്ന് എഴുതാൻ കാണിക്കുകയാണ്. നീ എന്തിനാണ് എന്നോട് സോറി പറയുന്നത്? നീ വലിയ പാവമാണെന്ന് തെളിയിക്കാനാണോ എന്ന് അവൻ ദേഷ്യത്തോട് ചോദിച്ചു. പെട്ടെന്ന് അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഇത് കണ്ട കൂടെയുള്ള പയ്യന്മാര് നോക്കിയേ, അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അവരോട് തർക്കിക്കുന്നതിനിടയിൽ നിഷിമിയ ആംഗ്യഭാഷയിലൂടെ നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കാം എന്ന് അവനോട് പറയുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഇഷിത അവളുടെ കയ്യിലിരുന്ന ആ നോട്ട്ബുക്ക് തട്ടിപ്പറിച്ച് അടുത്തുള്ള കുളത്തിലേക്ക് എറിഞ്ഞു. തന്റെ ഏക ആശയവിനിമയ ഉപാധി നഷ്ടപ്പെടുമെന്ന് ഓർത്ത നിഷിമിയ ആ വെള്ളത്തിൽ ഇറങ്ങി അത് തിരിച്ചെടുക്കുകയാണ്. പിറ്റേ ദിവസം നിഷിമിയ സ്കൂളിൽ വന്നില്ല. അവളുടെ അമ്മ സ്കൂളിലെത്തി പ്രധാന അധ്യാപകനോട് പരാതി നൽകി. തന്റെ മകളുടെ വിലപിടിപ്പുള്ള 8ഓളം ഹിയറിംഗ് ഡിവൈസുകൾ നഷ്ടപ്പെട്ടതും അവൾ ക്രൂരമായി പീഡിക്കപ്പെടുന്നുണ്ടായിരുന്നു എന്നായിരുന്നു ആ പരാതി. പ്രധാന അധ്യാപകൻ ഗൗരവത്തിൽ ഓരോ കുട്ടിയോടും ചോദിച്ചു തുടങ്ങി, ആരാണ് നിഷിമിയയെ ഈ അവസ്ഥയിലാക്കിയത്? ചെയ്തത് ആരായാലും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് അദ്ദേഹം കർശനമായി പറഞ്ഞു. അതുകേട്ട ഇഷിത ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അധ്യാപകൻ ഇഷിതയെ ചൂണ്ടി പറഞ്ഞു, ഇഷിത, അത് നീയാണെന്ന് ഞങ്ങൾക്കറിയാം, മര്യാദയ്ക്ക് എഴുന്നേറ്റ് നിൽക്ക്. താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അവൻ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, സാർ, ഞാൻ മാത്രമല്ല, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നാണ് അവളെ ഉപദ്രവിച്ചത്. പ്രത്യേകിച്ച് ഇവളാണ് അവളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്. എന്നാൽ ആ പെൺകുട്ടി ഉടനെ കപടമായി കരയാൻ തുടങ്ങി. താൻ നിരപരാധിയാണെന്നും അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ചെയ്യില്ല സാറേ, ഇവൻ വെറുതെ പറയുന്നതാണ് എന്ന് അവൾ പറയുമ്പോൾ കൂടെയുള്ള മറ്റുള്ളവരും ഇഷിതയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. തനിക്കൊപ്പം ചേർന്ന നിഷിമിയയെ കളിയാക്കിയവർ തന്നെ ഇപ്പോൾ തന്നെ ഒറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഇഷിത തകർന്നുപോയി. ഒടുവിൽ എല്ലാ തെറ്റുകളും അവന്റെ തലയിൽ മാത്രമായി വരികയാണ്. ഇതോടെ ഇഷിതയുടെ സുഹൃത്തുക്കൾ അവനെ പൂർണ്ണമായും കൈവിട്ടു. ക്ലാസ്സിലെ എല്ലാവരും അവനെ വെറുക്കാൻ തുടങ്ങി. ഒരിക്കൽ നിഷിമിയയെ അവൻ ചെയ്തതുപോലെ സുഹൃത്തുക്കൾ അവനെ തട്ടിപ്പറിച്ച് വെള്ളത്തിലേക്ക് എറിഞ്ഞു. അവൻ നനഞ്ഞു കുതിർന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മ ഗൗരവത്തിൽ ചോദിച്ചു, ഇഷിത, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? അവൻ കുറ്റസമ്മതം നടത്തിയതോടെ വേഗം റെഡിയായി വാ, നമുക്ക് അവളോട് ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞ് അമ്മ അവനെ കൂട്ടി നിഷിമിയയുടെ വീട്ടിലേക്ക് പോവുകയാണ്. രക്ഷിതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇഷിത അവിടെ ഒന്ന് ചുറ്റി നടന്നു. അവിടെ പക്ഷികൾക്ക് തീറ്റ നൽകിക്കൊണ്ടിരുന്ന നിഷിമിയയെ അവൻ കണ്ടു. അവൾ കാണുന്നതിന് മുൻപ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാല് വഴുതി അവൻ താഴേക്ക് വീണു. ആ ബഹളത്തിൽ പക്ഷികളെല്ലാം പറന്നുപോയി. തന്റെ മുന്നിൽ നിൽക്കുന്ന ഇഷിതയെ കണ്ട് നിഷിമിയ അത്ഭുതപ്പെട്ടു. അല്പസമയത്തിന് ശേഷം അമ്മ അവന്റെ അരികിലെത്തി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നീ നല്ല കുട്ടിയായിരിക്കണം എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. എന്നാൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഇഷിത ഞെട്ടിപ്പോയി. അമ്മയുടെ കാലിൽ നിന്ന് രക്തപ്പെടുന്നുണ്ടായിരുന്നു. നിഷിമയുടെ അമ്മയ്ക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തിനായി ഇഷിതയുടെ അമ്മ സ്വന്തം കമ്മൽ പറിച്ചെടുത്തതിന്റെ വേദനയായിരുന്നു അത്. പിന്നീടുള്ള ദിവസങ്ങൾ ഇഷിതയ്ക്ക് നരകതുല്യമായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ ചെന്ന ഇഷിത കണ്ടത് തന്റെ ഡെസ്കിലെ ചീത്ത വിളികൾ നിഷിമയ തുടച്ച് വൃത്തിയാക്കുന്നതാണ്. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അവൻ അവളെ തള്ളി മാറ്റി. എങ്കിലും അവളോട് ദേഷ്യപ്പെടാതെ ഒരു പുഞ്ചിരിയോടെ അവൾ അവിടെ നിന്ന് മാറിപ്പോയി. നിഷിമയുടെ ആ പുഞ്ചിരി ഇഷിതയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ട് അവൻ അവളെ നേരിടുന്നു. ഒടുവിൽ സഹികെട്ട നിഷിമിയ അവനെ തിരിച്ചടിക്കാൻ തുടങ്ങുകയാണ്. എനിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്, നിന്റെ സൗഹൃദം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്ക് എന്താണ് മനസ്സിലാകാത്തത് എന്നായിരുന്നു ആ ആംഗ്യങ്ങളുടെ അർത്ഥം. പക്ഷേ അവളുടെ ഉള്ളിലെ ആ സങ്കടം മനസ്സിലാക്കാൻ മാത്രം ഇഷിത വളർന്നിരുന്നില്ലായിരുന്നു. അതായിരുന്നു അവർ ഒന്നിച്ചുള്ള അവസാന നിമിഷം. നിഷിമിയ ആ സ്കൂൾ വിട്ടുപോയി. അവളുടെ TC വാങ്ങിയ വിവരം ടീച്ചർ പറയുമ്പോൾ മാത്രമാണ് ഇഷിത അതറിയുന്നത്. പിന്നീട് തന്റെ ബെഞ്ചിൽ മറ്റുള്ളവർ എഴുതി വെച്ച അധിക്ഷേപങ്ങൾ മായ്ച്ചു കളയുമ്പോൾ അവനൊരു കാര്യം ബോധ്യം.
താൻ ഇത്രയും കാലം ഉപദ്രവിച്ച പെൺകുട്ടിയായിരുന്നു തനിക്ക് നേരെ വന്ന പരിഹാസങ്ങൾ എന്നും മായ്ച്ചു കളഞ്ഞിരുന്നത്. ആ തിരിച്ചറിവ് അവനെ പശ്ചാത്താപത്തിന്റെ കടലിലാഴ്ത്തി. വർഷങ്ങൾക്ക് ശേഷം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഇഷിതയ്ക്ക് ഒരു ആഗ്രഹം ബാക്കിയുണ്ടായിരുന്നു. നിഷിമിയയെ ഒരിക്കൽ കൂടി കാണണം, അവളോട് മാപ്പ് ചോദിക്കണം. അതിനായി അവൻ ആംഗ്യ ഭാഷ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിഷിമിയയെ തിരഞ്ഞ് അവൻ സൈൻ ലാംഗ്വേജ് ക്ലാസ്സിലെത്തുന്നു. അവിടെ വെച്ച് കൂടുതൽ സുന്ദരിയായ മുതിർന്ന നിഷിമിയയെ അവൻ കണ്ടെത്തുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് സ്വയം പരിചയപ്പെടുത്തി. നിഷിമിയ, എന്നെ ഓർമ്മയുണ്ടോ? 6ാം ക്ലാസ്സിൽ നിന്റെ കൂടെ പഠിച്ച ഇഷിതയാണ് ഞാൻ. അവന്റെ ആ ശബ്ദം കേട്ടതും പഴയ ആ ക്രൂരതകൾ ഓർമ്മ വന്ന് നിഷിമിയ ഭയത്തോടെ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തത്. ഓടിപ്പോയ നിഷിമിയയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇഷിത പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ പഴയ ഇഷിതയല്ല. അന്നത്തെ നോട്ട്ബുക്ക് ഓർമ്മയുണ്ടോ? നീ കളഞ്ഞുപോയ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനത് നിനക്കായി കാത്തു വെച്ചിട്ടുണ്ട്. ഇത് നീ എടുത്തു. അത് വാങ്ങുമ്പോൾ അവൻ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നത് കണ്ട് നിഷിമിയ അമ്പരന്നു പോയി. നിനക്ക് ഇത് അറിയാമോ എന്ന് അത്ഭുതത്തോടെ നോക്കി അവളോട് നമുക്ക് സുഹൃത്തുക്കളായിരിക്കാം എന്ന് അവൻ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു. തിരികെ വീട്ടിലെത്തിയ ഇഷിതയോട് അമ്മ പണത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇഷിത, ആ എൻവലപ്പ് അവിടെ കൊണ്ടുവച്ചത് നീയല്ലേ? താൻ മരിക്കാൻ പ്ലാൻ ചെയ്ത വിവരം അമ്മ അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ അവൻ ഞെട്ടിപ്പോയി. കലണ്ടറിലെ തീയതികൾ അടയാളപ്പെടുത്തിയതും സാധനങ്ങൾ വിറ്റതും എല്ലാം അമ്മ ശ്രദ്ധിച്ചിരുന്നു. ഇനി നീ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യില്ലെന്ന് സത്യം ചെയ്യണം എന്ന് പറഞ്ഞ് അമ്മ ആ പണം തീയ്ക്ക് അരികിൽ പിടിച്ചു. അബദ്ധത്തിൽ ആ പണം പകുതിയോളം കത്തി അമർന്നു പോയെങ്കിലും അമ്മയോട് താൻ ഇനി ഒരിക്കലും മരിക്കാൻ ശ്രമിക്കില്ലെന്ന് അവൻ ഉറപ്പു നൽകി. തന്റെ മുറിയിലെത്തിയ ഇഷിത താൻ നേരത്തെ കയറിക്കളഞ്ഞ ആ കലണ്ടർ താളുകൾ ഓരോന്നായി ഒട്ടിച്ചു ചേർക്കുകയാണ്. പാതി കരിഞ്ഞുപോയ ജീവിതം അവൻ തിരിച്ചു പിടിക്കുന്നു എന്നതിന്റെ അടയാളമായിരുന്നു ആ കാഴ്ച. ഇഷിത ഇപ്പോൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. പഴയ സംഭവങ്ങൾക്ക് ശേഷം എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് അവന് ഇപ്പോൾ സുഹൃത്തുക്കൾ ആരുമില്ല. ആരുടെയും മുഖത്ത് നോക്കാൻ ഒരു ധൈര്യമില്ല. മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു വലിയ ഗുണനചിഹ്നമേൽ ക്രോസ് മാർക്ക് പതിച്ചിരിക്കുന്നതാണ് അവൻ സങ്കല്പിക്കുന്നത്. ആരെയും തന്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാതെ തന്റേതായ ഒരു ലോകത്ത് ഒറ്റപ്പെട്ട് ആർക്കും വേണ്ടാത്തവനായിട്ടാണ് അവൻ ജീവിക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ വെച്ച് നാഗസുക എന്ന ഒരു പയ്യനെ മറ്റൊരു വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തുന്നത് ഇഷിത കാണാൻ ഇടയായി. അവന്റെ സൈക്കിൾ ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. ഇത് കണ്ട ഇഷിത ഇടപെടുകയും ആ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി തന്റെ സൈക്കിൾ വിട്ടു നൽകുകയും ചെയ്തു. തന്റെ സൈക്കിൾ ഇനി തിരിച്ചു കിട്ടില്ലെന്ന് അവന് അറിയാമായിരുന്നെങ്കിലും ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസത്തോടെ അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി. നിഷിമിയ പറഞ്ഞതനുസരിച്ച് ഓരോ ചൊവ്വാഴ്ചയും മീനുകൾക്ക് തീറ്റ നൽകാനായി അവൾ വരുന്ന ആ പാലത്തിനരികിലേക്ക് ഇഷിത പുറപ്പെട്ടു. പാലത്തിന്റെ സൈഡിലായിട്ടാണ് സൈൻ ലാംഗ്വേജ് ക്ലാസ്. സോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കയ്യിൽ കുറച്ച് ബ്രെഡും കരുതിയിട്ടുണ്ട്. എന്നാൽ അവിടെ എത്തി അവനെ തടഞ്ഞത് ചെറിയൊരു കുട്ടിയായിരുന്നു. നീ ആരാണ് എന്ന് ചോദിച്ച ഇഷിതയോട് നിഷിമിയയെ കാണാൻ അനുവദിക്കില്ലെന്ന് ആ കുട്ടി തീർത്തു പറഞ്ഞു. നിഷിമിയ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടും അവളെ കാണാൻ സമ്മതിക്കാതെ ആ കുട്ടി ഇഷിതയെ അവിടെ നിന്നും ഓടിക്കുകയാണ്. നിഷിമിയയെ കാണാൻ കഴിയാത്ത വിഷമത്തിൽ ആ ബ്രെഡും കഴിച്ചു നിറക്കുമ്പോഴാണ് ഇഷിത ആ പയ്യനെ വീണ്ടും കാണുന്നത്. ഇഷിത, നിന്റെ സൈക്കിൾ ഞാൻ കണ്ടുപിടിച്ചു, വേഗം വാ എന്ന് ആവേശത്തോടെ അവൻ വിളിച്ചു പറയുകയായിരുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവൻ തന്റെ സൈക്കിൾ തിരികെ എത്തിച്ചിരിക്കുന്നു. നീ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്തത് എന്ന് അത്ഭുതത്തോടെ ചോദിച്ച ഇഷിതയോട് ആ പയ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ സഹായിച്ചു, അതിന് പകരമായി ഞാൻ നിന്നെ. നമ്മളിപ്പോൾ സുഹൃത്തുക്കളല്ലേ? ആ വാക്കുകൾ കേട്ടതും ഇഷിതയുടെ കണ്ണുകളിൽ ഒരു മാറ്റമുണ്ടായി. മറ്റുള്ളവരുടെ മുഖത്ത് അവൻ സങ്കല്പിച്ചു വെച്ചിരുന്ന ആ ഒരു ക്രോസ് മാർക്ക് ആ പയ്യന്റെ മുഖത്ത് നിന്നും പെട്ടെന്ന് മാഞ്ഞുപോയി. യഥാർത്ഥത്തിൽ ഇഷിത അവനെ ഒരു സുഹൃത്തായി അംഗീകരിക്കുകയായിരുന്നു. നീ എന്റെ ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അതേടാ പൊട്ട, ഞാൻ നിന്റെ കൂടെ തന്നെയാണ് പഠിക്കുന്നത് എന്ന് അവൻ മറുപടി നൽകി. സോറി, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, നിന്റെ പേരെന്താണ് എന്ന ഇഷിതയുടെ ചോദ്യത്തിന് നാഗസുക എന്ന് അവൻ പരിചയപ്പെടുത്തി. അങ്ങനെ നാഗസുകയോട് തന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് പങ്കുവെച്ചുകൊണ്ട് ഇഷിത തന്റെ പുതിയ സൗഹൃദത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ ഇഷിതയും നാഗസുകയും നല്ല കൂട്ടുകാരായി മാറി. ഒരുമിച്ച് സ്കൂളിൽ പോകുന്നതും സമയം ചെലവഴിക്കുന്നതും ഒക്കെ അവരുടെ പതിവായി. ഒരിക്കൽ നാഗസുക ചോദിച്ചു, ഇഷിത, നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടല്ലോ, അത് എന്താണെന്ന് എന്നോട് പറയൂ, നമ്മൾ സുഹൃത്തുക്കളല്ലേ? അപ്പോൾ ഇഷിത സംശയത്തോടെ തിരിച്ചു ചോദിച്ചു, ഒരാളുടെ സുഹൃത്താകാൻ എന്തെങ്കിലും പ്രത്യേക യോഗ്യതകൾ വേണമോ, ആവശ്യമുണ്ടോ? നാഗസുക അല്പനേരം ആലോചിച്ച ശേഷം ഇഷിതയുടെ കൈകൾ കോർത്ത് പിടിച്ചു പറഞ്ഞു, ഇതാണ് സൗഹൃദം. ഇതിന് പ്രത്യേക ക്വാളിഫിക്കേഷൻസോ യോഗ്യതകളോ ഒന്നും വേണ്ട. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവന്റെ വാക്കുകൾ ഇഷിതയുടെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. അടുത്ത ചൊവ്വാഴ്ച ഇഷിത വീണ്ടും നിഷിമയെ കാണാനായി ആ പാലത്തിനരികിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിലെത്തി. എന്നാൽ അന്നും ആ ചെറിയ കുട്ടി അവനെ തടഞ്ഞു. നീ ഇനി ഒരിക്കലും അവളെ കാണാൻ വരരുത്, ഞാനും അവള് പ്രണയത്തിലാണ് എന്ന് ആ കുട്ടി ഗൗരവത്തിൽ പറഞ്ഞു. ഇത് കേട്ട ഇഷിത അമ്പരന്നു പോയി. നീ ഇത്ര ചെറിയ കുട്ടിയല്ലേ, നീ അവളെ പ്രേമിക്കുന്നു എന്ന് അവൻ അത്ഭുതപ്പെട്ടു. ആ കുട്ടി ഇഷിതയെ അവിടെ നിന്നും ഓട്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നാഗസുക അവിടേക്ക് വരുന്നത്. നാഗസുക ആ കുട്ടിയെ പൊക്കിയെടുത്ത് ദേഷ്യത്തിൽ ചോദിച്ചു, എന്റെ ഫ്രണ്ടിനോട് ഇത്രയും മോശമായി സംസാരിക്കാൻ നീ ആരാണ്? തന്റെ പിന്നാലെ നാഗസുക എത്തിയത് കണ്ട് ഇഷിത ഞെട്ടിപ്പോയി. നീ എങ്ങനെ ഇവിടെ എത്തിയത് എന്ന ചോദ്യത്തിന്, നമ്മൾ സുഹൃത്തുക്കളല്ലേ, അതുകൊണ്ട് നിന്റെ പിന്നാലെ വന്നതാണ് എന്നായിരുന്നു നാഗസുകയുടെ മറുപടി. ഓഹോ,
ഇവൻ നിന്റെ ഫ്രണ്ടാണോ? ഇവന്റെ തലയിൽ എന്തായാലും പഞ്ഞിമിഠായിയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ ചെറിയ കുട്ടി നാഗസുഖയെ പരിഹാസിക്കാൻ തുടങ്ങി. അതോടെ അവർ തമ്മിൽ വലിയ വഴക്കായി. ആളുകളെല്ലാം ഇത് നോക്കി നിൽക്കുമ്പോഴാണ് നിഷിമയെ അവിടേക്ക് വരുന്നത്. അവളെ കണ്ടതും ചമ്മിയ ഇഷിത അവിടെ നിന്നും വേഗം സ്ഥലം വിട്ടു. എങ്കിലും ഒടുവിൽ ആ പാലത്തിന് മുകളിൽ വെച്ച് ഇഷിതയും നിഷിമയെയും കണ്ടുമുട്ടുകയാണ്. ദൂരെ മാറി നിന്ന നാഗസുഖയും ആ ചെറിയ കുട്ടിയും ക്യാമറയിൽ ഇരുവരുടെയും ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ഇഷിത തന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് അവൾക്ക് നൽകി. അത് മീനുകൾക്ക് ഇട്ടുകൊടുക്കുന്നതിനിടയിൽ വർഷങ്ങൾക്ക് മുൻപ് വെള്ളത്തിൽ വീണുപോയ ആ പഴയ നോട്ട്ബുക്ക് അവൻ അവളെ കാണിച്ച് അതിൽ അവൻ നിറയെ സോറി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തന്റെ പശ്ചാത്താപം അവൾ കാണുന്നത് കണ്ടപ്പോൾ ഇഷിതയ്ക്ക് ചെറിയൊരു നാണക്കേട് തോന്നി. അവൻ ആ ബുക്ക് തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ അത് വീണ്ടും വെള്ളത്തിൽ വീണു. അത് എടുക്കാനായി നിഷിമിയ പുഴയിലേക്ക് ചാടി, പിന്നാലെ ഇഷിതയും ചാടി. ഈ ദൃശ്യങ്ങളെല്ലാം ആ ചെറിയ കുട്ടി ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുകയും അത് വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. സ്കൂളിലെത്തിയ ഇഷിതയോട് അധ്യാപകൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു. പുഴയിൽ ചാടുന്നത് അപകടമാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സ്കൂൾ അധികൃതർ അവനെ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വിഷമിച്ചിരിക്കുന്ന ഇഷിതയോട് ചേച്ചിയുടെ മകളെയും കൂട്ടി പാർക്കിൽ പോകാൻ അമ്മ ആവശ്യപ്പെട്ടു. പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ഇഷിത ഇങ്ങോട്ടേക്ക് നോക്കിയേ, ഇതിന്റെ അകത്ത് ആരോ കിടക്കുന്നു. അവൻ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ആ ചെറിയ കുട്ടിയായിരുന്നു. വേഷമെല്ലാം അഴുക്കായി ദയനീയമായ അവസ്ഥയിലായിരുന്നു അവൻ അവിടെ കിടന്നിരുന്നത്. നിനക്ക് എന്തു പറ്റി എന്ന് ഇഷിത അമ്പരപ്പോടെ അവനോട് ചോദിച്ചു. നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല, ഞാനല്ലേ ആ വീഡിയോ ഇന്റർനെറ്റിൽ ഇട്ട് വൈറലാക്കിയത് എന്ന് ഈ കുട്ടി കുറ്റബോധത്തോടെ ചോദിച്ചു. എന്നാൽ ഒരു ചിരിയോടെ ഇഷിത മറുപടി നൽകി, അതിനൊക്കെ നിന്നോട് എന്തിനു ദേഷ്യപ്പെടണം? സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ലീവ് വേണമായിരുന്നു. നീ കാരണം എനിക്കിപ്പോൾ ഒരാഴ്ച സുഖമായിട്ട് വീട്ടിലിരിക്കാമല്ലോ. സംസാരത്തിനിടയിൽ ആ കുട്ടിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് ഇഷിതയ്ക്ക് മനസ്സിലായി. അവൻ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ല ആഹാരം നൽകി. അപ്പോഴാണ് എനിക്കിപ്പം എടുത്ത് പറയാൻ എന്താണെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇതൊരു ആൺകുട്ടി അല്ലായിരുന്നു, പെൺകുട്ടിയായിരുന്നു. നിഷിമയുടെ സ്വന്തം അനിയത്തിയായ യുസൂരു ആയിരുന്നു അത്. കാണാനൊരു ആൺകുട്ടിയെ പോലെ തോന്നുമെങ്കിലും നിഷിമയ്ക്ക് ഒരു സുരക്ഷാ കവചമായിട്ടാണ് അവൾ എപ്പോഴും കൂടെ നടന്നിരുന്നത്. ഇഷിതയുടെ വീഡിയോ എടുത്ത് വൈറലാക്കിയതിന് നിഷിമയെ അവളെ ശകാരിച്ചു. ആ ദേശത്തിലാണ് യുസൂരു വീട് വിട്ടിറങ്ങി പാർക്കിൽ വന്ന് കിടന്നത്. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ഇഷിതയ്ക്ക് അവളോട് സഹതാപം തോന്നി. പുറത്ത് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഇഷിത യുസുരുവിനെ തന്റെ കൂടെ നൽകി. നനഞ്ഞൊട്ടിയ അവളുടെ അവസ്ഥ കണ്ട് തന്റെ പക്കലുണ്ടായിരുന്ന പഴയ ഷൂസും അവൻ അവൾക്ക് നൽകി. ഇഷിതയുടെ ഈ കരുതൽ കണ്ടപ്പോൾ യുസുരുവിന് അത്ഭുതം തോന്നി. അവൾ ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര നല്ലവനായി അഭിനയിക്കുന്നത്? പണ്ട് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്റെ ചേച്ചിയെ നീ ഒരുപാട് ദ്രോഹിച്ചിട്ടില്ലേ? ആ ചോദ്യം ഇഷിതയുടെ ഉള്ളിൽ തട്ടി. അവൾക്ക് നേരെ നോക്കാൻ ധൈര്യമില്ലാതെ അവൻ തന്റെ മുഖം കൊട കൊണ്ട് മറച്ചു പിടിച്ചു. താഴെ മണ്ണിലേക്ക് നോക്കി അവൻ പറഞ്ഞു, അതെ, നിഷിമിയെ പറഞ്ഞത് ശരിയാണ്. ഞാൻ അവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പഴയ ഇഷിതയല്ല ഞാൻ. എന്റെ ശിഷ്ടകാലം മുഴുവൻ അവൾക്ക് ഒരു തണലായി നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സ്വന്തം ജീവിതം കൊടുത്താണെങ്കിലും ഞാൻ അവളെ സംരക്ഷിക്കും. അവന്റെ വാക്കുകളിലെ സത്യസന്ധത തിരിച്ചറിഞ്ഞ യുസുരു തന്റെ കയ്യിലുണ്ടായിരുന്ന കുട മാറ്റി ഇഷിതയുടെ മുഖത്തേക്ക് നോക്കി. അവൻ ശരിക്കും മാറിയെന്ന് ആ കുഞ്ഞു മനസ്സിൽ മനസ്സിലായി. ആ നിമിഷം മഴ നിൽക്കുകയും ആകാശം തെളിയുകയും ചെയ്തു. അപ്പോഴാണ് യുസുരു ആ സത്യം വെളിപ്പെടുത്തിയത്. താനൊരു ആൺകുട്ടിയല്ല, നിഷിമയുടെ അനിയത്തിയായ പെൺകുട്ടിയാണെന്ന കാര്യം. യുസുരു ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ ഞെട്ടലിൽ നിൽക്കുകയായിരുന്നു ഇഷിത. അപ്പോഴാണ് അപ്രതീക്ഷിതമായി നിഷിമയുടെ അമ്മ അവിടേക്ക് വരുന്നത്. ഇഷിതയെ കണ്ടതും പഴയ ദേഷ്യം ഇരച്ചു വന്ന അവർ അവന്റെ കരണത്തടിച്ചു. എന്നിട്ട് യുസുരുവിനെയും കൂട്ടി അവിടെ നിന്നും പോയി. പിന്നീട് നിഷിമയെയും യുസുരുവും തമ്മിലുള്ള പിണക്കം മാറുകയും അവർ പഴയതുപോലെ അടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഇഷിതയുടെ കൂടെ തിരികെ നൽകാനായി യുസുരു അവനെ കാണാൻ വന്നു. ആ സമയത്താണ് നാഗസുഖ അവിടേക്ക് വരുന്നത്. അവൻ പതിവ് പോലെ യുസുരുവിന്റെ തോളിൽ കൈയിട്ട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഉടനെ ഇഷിത അവനോട് രഹസ്യമായി പറഞ്ഞു, അത് പയ്യനല്ല, നിഷിമയുടെ അനിയത്തിയാണ്. അത് കേട്ട നാഗസുഖ ഷോക്ക് അടിച്ച് 10 അടി ദൂരേക്ക് മാറി നിന്നു. അതിനുശേഷം ഇഷിതയും നിഷിമയെയും കണ്ടുമുട്ടി. നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, ഇനി നിനക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാമല്ലോ എന്ന് ഇഷിത അവളോട് പറഞ്ഞു. നിഷിമയെ തന്റെ ഒരു ആഗ്രഹം വെളിപ്പെടുത്തി. അവൾക്ക് പഴയ കൂട്ടുകാരി മിയാക്കോയെ കാണണം. പണ്ട് സ്കൂളിൽ വെച്ച് തനിക്ക് വേണ്ടി ആംഗ്യ ഭാഷ പഠിക്കാൻ തയ്യാറായ മിയാക്കോയെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഇഷിതയും ആ നിമിഷം തീരുമാനിച്ചു. ഈ മിയാക്കോയെ കണ്ടുപിടിക്കാനുള്ള യാത്രയിൽ ഇഷിതയ്ക്കൊപ്പം നിഷിമയെയും കൂടി ചേർന്നു. ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇഷിത അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ കൂടുതൽ സുന്ദരിയായിരുന്നു എന്ന് അവന് തോന്നി. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. നിഷിമയായിരുന്നു അത് അയച്ചത്. മിയാക്കോയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ കൂടെ വന്നല്ലോ, നീ പഴയതുപോലെയല്ല, നിനക്ക് ഒരുപാട് മാറ്റമുണ്ട്, താങ്ക്സ്. ആ മെസ്സേജ് വായിച്ച് ഇഷിത അവളെ നോക്കിയപ്പോൾ അവൾ ഹൃദയപൂർവ്വം പുഞ്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ മിയാക്കോ പഠിക്കുന്ന സ്കൂളിലെത്തി. അവിടെ വെച്ച് ആ പഴയ കൂട്ടുകാരിയെ അവർ കണ്ടുമുട്ടി. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ നിഷിമയും മിയാക്കോയും പഴയ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ മുഴുകിപ്പോയി. ആ സൗഹൃദത്തിന്റെ തടസ്സമാകാതിരിക്കാൻ ഇഷിത പതി അവിടെ നിന്ന് മാറി നടന്നു. റോഡിലൂടെ നടക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി കൂപ്പണുകൾ വിതരണം ചെയ്യുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾ തങ്ങളുടെ കൂടെ പഴയ സ്കൂളിൽ പഠിച്ച വേറൊരു കുട്ടിയാണെന്നത് ഇഷിതയ്ക്ക് മനസ്സിലായി. എന്നാൽ ഇഷിതയെ കണ്ടിട്ടും അവൾ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് നടന്നുപോയി. പഴയ സഹപാഠികൾക്കിടയിൽ താൻ ഇപ്പോഴും ഒരു അപരിചിതനാണെന്ന തിരിച്ചറിവ് അവനെ ചെറുതായി വേദനിപ്പിച്ചു. പിറ്റേ ദിവസം ഇഷിത നാഗസുകയും കൂട്ടി ആ പെൺകുട്ടി കൂപ്പൺ കൊടുക്കുന്ന സ്ഥലത്തെത്തി. അതൊരു ക്യാറ്റ് കഫേ ആയിരുന്നു. അവിടെ പൂച്ചക്കുട്ടികൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു ഉയനോ. ഇഷിതയെ കണ്ടിട്ടും അവൾ ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല. അവനോട് സംസാരിക്കാൻ പോലും അവൾ തയ്യാറായില്ല. അവൾക്ക് തന്നോട് ദേഷ്യമാണെന്ന് മനസ്സിലാക്കിയ ഇഷിത അവിടെ നിന്നും ഒരു പേഴ്സ് വാങ്ങി മടങ്ങി പോവുകയാണ്. വീട്ടിലെത്തിയപ്പോൾ അവിടെ യുസുരു ഇരിക്കുന്നത് അവൻ കണ്ടു. നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയുടെ മകളുടെ കൂടെ കളിക്കാൻ വന്നതാണെന്ന് അവൾ മറുപടി നൽകി. ഇഷിത കഫേയിൽ നിന്നും വാങ്ങിയ ആ പേഴ്സ് നിഷിമയ്ക്ക് നൽകാനായി യുസുരുവിനെ ഏൽപ്പിച്ചു. അല്പസമയത്തിന് ശേഷം ഇഷിത സൈക്കിളിൽ ഓടിച്ചു പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ പിന്നിൽ വന്നിരുന്നു. അത് ഉയനോ ആയിരുന്നു. കടയിൽ വെച്ച് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവനെ കാണാൻ വന്നതായിരുന്നു അവൾ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോഡിന് അപ്പുറത്തുള്ള കടയിൽ നിഷിമയെ ഇരിക്കുന്നത് ഉയനോയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിഷിമയുടെ കയ്യിൽ ഇഷിത കൊടുത്തുവിട്ട് ആ പേഴ്സ് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉയനോയ്ക്ക് അത്ഭുതം തോന്നി. ഇത് നിനക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് അവൾ ചോദിച്ചപ്പോൾ ഇഷിതയാണ് ഇത് നൽകിയതെന്ന് നിഷിമയെ മറുപടി നൽകി. പഴയ ശത്രുക്കൾ വീണ്ടും മുഖാമുഖം നിൽക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. ഉയനോയ്ക്ക് നിഷിമയോട് പഴയ ദേഷ്യം ഒട്ടും കുറഞ്ഞിരുന്നില്ല. അവൾ നിഷിമയെ വീണ്ടും പരിഹസിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. നിഷിമയുടെ ഹിയറിംഗ് എയ്ഡ്സ് ബലമായി മാറ്റിയത് കൊണ്ട് അവൾക്കൊന്നും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന ഇഷിത ഉയനയെ തടഞ്ഞു. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്താണ് ബന്ധം? നീ ഇവളുടെ കാമുകനാണോ എന്ന് ഉയന പുച്ഛത്തോടെ ചോദിച്ചു. ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് ഇഷിത ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ നിനക്ക് നാണമില്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയി. ഇഷിത ആ ഹിയറിംഗ് എയ്ഡ്സ് നിഷിമയ്ക്ക് തിരികെ നൽകി. അവൾ എന്താണ് നിന്നോട് പറഞ്ഞത് എന്ന ആംഗ്യഭാഷയിലൂടെ നിഷിമയെ ചോദിച്ചെങ്കിലും അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇഷിത ആ വിഷയം ഒഴിവാക്കി. പിറ്റേ ദിവസം നിഷിമയുടെ ലുക്കിൽ വലിയൊരു മാറ്റമുണ്ടായിരുന്നു. അവൾ തന്റെ നീളമുള്ള മുടി മുറിച്ച് പുതിയ ഹെയർ സ്റ്റൈലിൽ അതീവ സുന്ദരിയായിട്ടാണ് ഇഷിതയെ കാണാൻ വന്നത്. ഇഷിതയുടെ മുന്നിൽ എത്തിയപ്പോൾ അവൾ ആകെ നാണിച്ച് തല കുനിച്ചു നിന്നു. അവളുടെ പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് ഇഷിത അമ്പരന്നു പോയി. അവൾക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാക്കാതെ അവൻ നോക്കി നിൽക്കുകയാണ്. നിഷിമ അവനോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അനിയത്തി പറഞ്ഞതനുസരിച്ച് അവൾക്ക് കൊടുക്കാൻ ബ്രെഡ് വാങ്ങാൻ പോവുകയാണെന്ന് ഇഷിത മറുപടി നൽകി. എന്നാൽ അവൾ അത് വെറുതെ പറയുന്നതാണെന്നും നിഷിമയെ പറഞ്ഞു. പക്ഷെ അവൾ പറയുന്നത് ഇഷിതയ്ക്ക് വ്യക്തമായി മനസ്സിലാകാത്തതിനാൽ അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി. പെട്ടെന്നാണ് നിഷിമയെ ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ ഒരു മിഠായി എത്തുന്നത്. അത് വെറുമൊരു മിഠായി ആയിരുന്നില്ല, അവളുടെ ഉള്ളിലെ പ്രണയത്തിന്റെ അടയാളമായിരുന്നു. അവൻ അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തിരിച്ചുകൊണ്ട് പറഞ്ഞു. നിഷിമയുടെ ഉള്ളിലെ വികാരം മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. ഒടുവിൽ അവൾ തന്റെ സർവ്വശക്തിയും എടുത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഐ ലവ് യു. പക്ഷേ നിഷിമയുടെ സംസാര വൈകല്യം കാരണം ആ വാക്കുകൾ അവന് വ്യക്തമായില്ല. താൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ ഇഷിതയെ നിരാശയോടെ അവൾ അവിടെ നിന്ന് മടങ്ങി. ഔട്ട് ഓഫ് ദ ടോപ്പിക്കാണ്. നമ്മൾ ആണുങ്ങൾ പലപ്പോഴും നമ്മൾ ബോയ്സ് പലപ്പോഴും പെൺകുട്ടികളെ എത്ര വലിയ സൂചനകൾ നൽകിയാലും പലപ്പോഴും ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ അവരായിരിക്കും നമുക്ക് കൂടുതൽ ക്ലൂസ് തരുന്നത്, അല്ലേ, സൂചനകൾ തരുന്നത്. നമ്മളായിരിക്കും ആ സൂചനകൾ കണ്ടുപിടിച്ച് പ്രപ്പോസ് ചെയ്യുന്നത്. വീട്ടിലെത്തിയ നിഷിമയെ ആകെ സങ്കടത്തിലായിരുന്നു. അവൾ തന്റെ മുറിയിൽ നിന്ന് കിടന്നുകൊണ്ട് അനിയത്തി യുസുനുവിന് മെസ്സേജ് അയക്കുകയാണ്. നിഷിമയെ തന്റെ സങ്കടം മെസ്സേജിലൂടെ യുസുനുവിനോട് പങ്കുവച്ചു. ഞാൻ അവനോട് എന്റെ ഇഷ്ടം പറഞ്ഞു, പക്ഷെ അവന് അന്ന് മനസ്സിലായില്ല. പിറ്റേ ദിവസം ഇഷിത ക്ലാസ് ആയിരുന്നു ഇതേക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തന്റെ ഒരു സഹപാഠി പുതിയ ഹെയർ സ്റ്റൈലുമായി വരുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ആ നിമിഷം അവളുടെ മുഖത്തെ ആ ഒരു ഗുണനിച്ചുണ്ടല്ലോ ക്രോസ് മാർക്ക്, അത് മാഞ്ഞുപോയി. താൻ മുടി മാറ്റിയത് ഒരു പയ്യനെ കാണിക്കാനാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഇഷിതയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ ഒരു ചിന്ത പോയി. അപ്പോൾ നിഷിമിയ മുടി മുറിച്ചതും വന്നതും എന്നെ കാണിക്കാനായിരുന്നു. അവൾ അന്ന് പറഞ്ഞത് എന്നോട് ഇഷ്ടമായിരുന്നു. ആ സംശയം തീർക്കാനായി അവൻ നേരെ യുസുരുവിനെ കാണാൻ പോയി. നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. ചേട്ടൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചേച്ചിയെ കൂടെ വിളിച്ചു നോക്ക്. അവൾ വരുന്നുണ്ടെങ്കിൽ അവൾക്ക് ചേട്ടനോട് പിണക്കമൊന്നുമില്ലെന്ന് ഉറപ്പിക്കാം എന്ന് യുസുരു അവനോട് ഒരു ഐഡിയ നൽകി. നിഷിമയെ തന്നിലേക്ക് അടുപ്പിക്കാൻ ഇഷിതയും ആ പ്ലാൻ മനസ്സിൽ ഉറപ്പിച്ചു. തീം പാർക്കിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇഷിത മെസ്സേജ് അയച്ചു. നിഷിമയെ സന്തോഷത്തോടെ വരാമെന്ന് സമ്മതിച്ചു. എന്നാൽ രാവിലെ അവിടെ എത്തിയപ്പോഴാണ് ഉയനോയും കൂടെ ഉണ്ടെന്ന് അവൻ അറിയുന്നത്. ഉയനെ ഇപ്പോൾ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറാൻ അഭിനയിക്കുകയാണ്. മറ്റുള്ളവരുടെ മുഖത്തെ ക്രോസ് മാർക്ക് ഓരോന്നായി മാഞ്ഞു പോയെങ്കിലും ഉയനയുടെ മുഖത്ത് മാത്രം ആ ഒരു അടയാളം ഇപ്പോഴും ബാക്കിയുണ്ട്. നിഷിമയുടെ കൂടെ നടക്കാമെന്ന് ഇഷിത വിചാരിച്ചെങ്കിലും ഉയന ഇടയിൽ കയറി അവന്റെ കൂടെ തന്നെ കൂടി. ആ ദിവസം അവസാനിച്ചതിന് ശേഷം വീട്ടിലെത്തിയ ഇഷിതയെ യുസുരു ഒരു വീഡിയോ കാണിച്ചു. ജയിന്റെ വീട്ടിൽ വെച്ച് ഉയർന്ന നിഷിമയെ ക്രൂരമായി പരിഹസിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. അവൾ മാറിയിട്ടില്ലെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. പിന്നീട് ആ പഴയ പാലത്തിന് മുകളിൽ എല്ലാവരും ഒത്തുകൂടി. നിഷിമിയ, മിയാക്കോ, യുസുരു, നാഗസുക, പിന്നെ ഉയനോ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായിരിക്കുമെന്ന് കരുതിയെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയി. പഴയ കാര്യങ്ങളെ ചൊല്ലി അവർ തമ്മിൽ വീണ്ടും വഴക്കാരംഭിച്ചു. ആ ബഹളം സഹിക്കാനാവാതെ ഇഷിതയ്ക്ക് ദേഷ്യം ആക്രോശിച്ചു. എല്ലാവരും ഇവിടെ നിന്ന് പോകൂ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാൻ മാത്രമാണ്, എന്റെ തെറ്റുകൾ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവന്റെ ദേഷ്യം കണ്ടു ഓരോരുത്തരായി അവിടെ നിന്നും പിരിഞ്ഞുപോയി. അവസാനം ആ പാലത്തിൽ ഇഷിതയും നിഷിമയെയും യുസുരുവും മാത്രമായി അവശേഷിച്ചു. സമ്മർ വെക്കേഷൻ ആഘോഷിക്കാൻ ഇഷിതയും നിഷിമയെയും തീരുമാനിച്ചു. അവർ ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുമ്പോൾ അടുത്ത ദിവസം എവിടെ പോകുന്ന ഇഷിത ചോദിച്ചു. നാളെ അമ്മയുടെ ജന്മദിനമാണ്, അതുകൊണ്ട് വരാൻ കഴിയില്ലെന്ന് യുസുരു പറഞ്ഞു. പക്ഷെ നിഷിമിയ ഇഷിതയെയും ആ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. നിഷിമിയുടെ വീട്ടിലെത്തിയ ഇഷിതയ്ക്ക് അവളുടെ അമ്മയെ കാണുമ്പോൾ വലിയ പേടിയായിരുന്നു. അമ്മ അപ്പോഴും അവനോട് ദേഷ്യത്തിലായിരുന്നെങ്കിലും യുസുരു ഇടപെട്ട് രംഗം ശാന്തമാക്കി.
പിന്നീട് വൈകിട്ട് മറ്റേ ഫയർ വർക്സ് കാണാൻ എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചു. ആദ്യം പേടിച്ചെങ്കിലും അമ്മ തന്നെ നിർബന്ധിച്ചപ്പോൾ ഇഷിതയും അവർക്കൊപ്പം ചേർന്നു. വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കെ ആ വർണ്ണവിസ്മയങ്ങൾ കണ്ട് എല്ലാവരും ആഘോഷിക്കുമ്പോൾ നിഷിമയുടെ ഉള്ളിൽ കടുത്ത കുറ്റബോധ വേട്ടയാടുകയായിരുന്നു. ഇഷിതയുടെ സൗഹൃദങ്ങളെല്ലാം തളരാനും അവൻ ഒറ്റപ്പെടാനും കാരണം താനാണെന്ന് അവൾ തെറ്റായി വിചാരിച്ചു. പഠിക്കാൻ പോകുന്നു എന്ന് കള്ളം പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. ക്യാമറ എടുക്കാൻ മറന്നുപോയെന്ന് യുസുൽ പറഞ്ഞപ്പോൾ അത് വാങ്ങാനായി ഇഷിത അവളുടെ വീട്ടിലെത്തി. അവിടെ കണ്ട കാഴ്ച അവൻ്റെ രക്തം മരവിപ്പിച്ചു കളഞ്ഞു. നിഷിമിയ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടാൻ തയ്യാറാകുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ താഴേക്ക് പതിച്ചു. ഇഷിത ഓടി ചെന്ന് അവളുടെ കൈകൾ മുറുക്കി പിടിച്ചു. എല്ലാം എൻ്റെ തെറ്റാണ്, ഞാൻ കാരണമാണ് നിന്റെ ജീവിതം നശിച്ചത് എന്ന കുറ്റബോധം കൊണ്ടാണ് അവളത് ചെയ്തതെന്ന് അവന് മനസ്സിലായി. നിഷിമിയ, നീ കാരണമല്ല, എൻ്റെ ഭയം കാരണമാണ് ഞാൻ ഒറ്റപ്പെട്ടത്, ദയവായി തിരിച്ചു വരൂ എന്ന് അവൻ ഉള്ളൊരുകി പ്രാർത്ഥിച്ച് സർവ്വശക്തിയും എടുത്ത് അവളെ മുകളിലേക്ക് വലിച്ചു കയറ്റാൻ അവൻ ശ്രമിച്ചു. ഒടുവിൽ അവളെ സുരക്ഷിതമായി മുകളിലേക്ക് എത്തിക്കാൻ അവന് കഴിഞ്ഞു. പക്ഷേ ആ ശ്രമത്തിനിടയിൽ പിടിവിട്ട് ഇഷിതയെ താഴേക്ക് പതിച്ചു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഇഷിതയെ കണ്ട് നിഷിമ തകർന്നുപോയി. ഹോസ്പിറ്റലിന്റെ ICU വാർഡിന് മുന്നിൽ നിൽക്കുകയായിരുന്നു ഇഷിതയുടെ അമ്മ. അപ്പോഴാണ് അപ്രതീക്ഷിതമായി നിഷിമയുടെ അമ്മ അവിടേക്ക് വരുന്നത്. അതുവരെ ഇഷിതയെ വെറുത്തിരുന്ന അവർ തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ അവനോടുള്ള നന്ദി സൂചകമായി ഇഷിതയുടെ അമ്മയുടെ കാൽക്കിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം ആ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വർഷങ്ങൾ നീണ്ട പക മാഞ്ഞുപോയി. മറുഭാഗത്ത് ഇഷിതയ്ക്ക് വേണ്ടി നിഷിമിയ ഓരോ സുഹൃത്തിനെയും പോയി കാണുകയായിരുന്നു. അവൻ ഉണർന്നു വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പ് നൽകി. എന്നാൽ ഉയോന മാത്രം തന്റെ വാശിയിൽ തന്നെ ഉറച്ചു നിന്നു. ഇഷിതയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നിഷിമയാണെന്ന് പറഞ്ഞ് അവൾ ഇപ്പോഴും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. എങ്കിലും ഉയാൻ ഒഴികെയുള്ള മറ്റെല്ലാവരും ഇഷിതയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ ഒന്നിച്ചു നിന്നു. ഇഷിത തനിച്ചല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നിഷിമയ്ക്ക് കഴിഞ്ഞു. ആശുപത്രി കിടക്കയിൽ അബോധാവസ്ഥയിലായിരുന്ന ഇഷിത പതുക്കെ കണ്ണു തുറന്നു. ബോധം വന്ന നിമിഷം അവന്റെ ഉള്ളിൽ ആദ്യം തെളിഞ്ഞ നിഷിമയുടെ മുഖമായിരുന്നു. തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവൾ വീണതെന്ന് ഓർത്ത് നിഷിമയെ തകർന്നു പോയിട്ടുണ്ടാകുമെന്ന് അവൻ അറിയാമായിരുന്നു. ശരീരം അനുവദിക്കുന്നില്ലെങ്കിലും അവളെ കാണാനായി അവൻ ആശുപത്രിയുടെ ഇടനാഴികളിലൂടെ പുറത്തേക്ക് ഓടി. ആ രാത്രിയിൽ അവരുടെ സൗഹൃദത്തിനും സങ്കടങ്ങൾക്കും സാക്ഷിയായ ആ പാലത്തിൽ വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടി. വിറയ്ക്കുന്ന ശബ്ദത്തോടെ ഇഷിത ചോദിച്ചു, നിഷിമിയ, നീ എന്തിനാണ് കരയുന്നത്? എല്ലാം എൻ്റെ തെറ്റായിരുന്നു. എന്നാൽ നിഷിമയെ തടസ്സപ്പെട്ട ശബ്ദത്തിൽ ആംഗ്യ ഭാഷയോടെ മറുപടി നൽകി, അല്ല ഇഷിത, ഞാൻ കാരണമാണ് നീ ഇത്രയും വേദനിച്ചത്. എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കണം. ഞാൻ മരിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. ഇഷിത അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയല്ല നിഷിമിയ, സുഹൃത്തുക്കളോട് മോശമായി സംസാരിച്ചത്, നിന്നെ വേദനിപ്പിച്ചതും എല്ലാം ഞാനാണ്. എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കണം. എന്നെ നീ അതിനെ സഹായിക്കുമോ? ഒന്നിച്ച് മുന്നോട്ട് പോകാൻ നിനക്ക് സമ്മതമാണോ? അവന്റെ വാക്കുകൾ കേട്ട് നിഷിമയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷം കൊണ്ട് സങ്കടവും കൊണ്ട് കണ്ണുനീർ ഒലിച്ചിറങ്ങി. അവൾ അവനെ നോക്കി സമ്മതമെന്നോണം തലയാട്ടി. ആ നിമിഷം അവർക്കിടയിലെ എല്ലാ കുറ്റബോധവും മാഞ്ഞുപോയി. പിന്നീട് അവർ സ്കൂൾ ഫെസ്റ്റിവലിലേക്ക് ഒരുമിച്ച് പോയി. ആളുകളുടെ തിരക്കും ബഹളവും കണ്ടപ്പോൾ ഇഷിതയ്ക്ക് പഴയ ഭയം വീണ്ടും തോന്നി. പക്ഷേ നാക്സുകയും മിയാക്കോയും ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ അവനെ സ്നേഹത്തോടെ വരവേറ്റപ്പോൾ അവൻ്റെ ഉള്ളിലെ പേടി മാറി. ആളുകളുടെ മുഖത്ത് താൻ ഇത്രയും കാലം കണ്ടിരുന്ന വലിയ ക്രോസ് അടയാളങ്ങൾ ഓരോന്നായി താഴെ വീഴുന്ന ഇഷിത അത്ഭുതത്തോടെ നോക്കി നിന്നു. ലോകം പഴയതുപോലെ ശൂന്യമല്ലെന്നും തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും അവൻ തിരിച്ചറിഞ്ഞു. ചുറ്റുമുള്ളവരുടെ ചിരിയും സംസാരവും അവൻ ആദ്യമായി ആസ്വദിച്ചു തുടങ്ങി. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകിയ ഇഷിത ആത്മവിശ്വാസത്തോടെ ലോകത്തെ നോക്കി പുഞ്ചിരിച്ചു.